നമസ്കാരം. ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് സാങ്കേതിക വിദ്യകൾ വലിയ രീതിയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മെസ്സേജ് അയക്കാൻ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് അതിൻ്റെ മെസ്സഞ്ചർ സംവിധാനമുണ്ട്, ടെലിഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അങ്ങനെ പല ഓൺലൈൻ മെസ്സേജിങ് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആ മെസ്സേജിങ് സംവിധാനങ്ങൾ ഒരർത്ഥത്തിൽ പല രീതിയിലേക്ക് പോകുമ്പോൾ, അതായത് പല രീതിയിലേക്ക് പല സ്വഭാവത്തിലേക്ക് വഴുതി മാറുമ്പോൾ അവസാനം അത് വലിയൊരു ചീത്തപ്പേര് അല്ലെങ്കിൽ നാണക്കേട് അല്ലെങ്കിൽ അതൊരു കേസായി മാറും. അതായത് ആ മെസ്സേജ് അയക്കുന്നതിൻ്റെ ഒരു മനഃശാസ്ത്ര സ്വഭാവമാണ് വലുതായി ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതായത് ഫോണിലൂടെയുള്ള അശ്ലീല സംഭാഷണങ്ങളും ചാറ്റിങ്ങും പലപ്പോഴും കേസുകളിലേക്കാണ് അവസാനം ചെന്ന് എത്തി നിൽക്കുന്നത്. പരസ്പര സമ്മതത്തോടെയാണെങ്കിലും നിയമം ഇത് അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. സ്മാർട്ട് ഫോണുകളുടെയും ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സംവിധാനങ്ങളുടെയും കാലത്ത് ആശയ വിനിമയത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് ടെക്സ്റ്റിംഗ്. വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം അത് വർദ്ധിക്കുന്നതോടെ പതിവ് സംഭാഷണങ്ങളുടെ രീതികൾ പലപ്പോഴും മാറും. സംഭാഷണം വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നതോടെ ടെക്സ്റ്റിംഗ് പലപ്പോഴും സെക്റ്റിംഗ് എന്ന നിലയിലേക്ക് ചെന്നാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ചിലതൊക്കെ ഒരു കെണിയായി മാറും. അതായത് ചില പെൺകുട്ടികൾ നമ്മളോട് സംസാരിക്കുന്നു, ആ സംസാരം വേറൊരു അർത്ഥത്തിലേക്ക് പോകുമ്പോൾ അവർ ഈ സംസാരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകളെല്ലാം തന്നെ എടുത്തു വെക്കുന്നു. അവസാനം അത് നമുക്കൊരു ഉപയോഗിക്കാവുന്ന തരത്തിലൊരു ആയുധമാക്കി അവർ അത് കൈമാറുന്നു. ആ എല്ലാം വെച്ചിട്ട് ഒരു ഉപയോഗിക്കേണ്ട ഒരു സമയം എത്തുമ്പോൾ അവർ ഇതെല്ലാം തന്നെ എടുത്ത് പുറത്തേക്ക് ഇടുന്നു. എന്നിട്ട് അങ്ങനെ ഒരു കുറ്റം ആളുകളുടെ തലയിലേക്ക് വന്ന് ചാർത്തുമ്പോൾ അതൊരു അക്ഷരാർത്ഥത്തിൽ അതൊരു നാണക്കേടിന്റെ ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും വലിയ കുരുക്കിലേക്കും നിയമ പ്രശ്നങ്ങളിലേക്കുമാണ് എത്തിപ്പെടുക. ലൈംഗിക ചെവിയുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് അയക്കുന്ന ചാറ്റുകളെയാണ് സെക്റ്റിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം സംഭാഷണങ്ങൾ സാധാരണമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും നിയമം ഇതിനെ കുറ്റകൃത്യമായാണ് കണക്കാക്കുന്നത്. പെൺകുട്ടി തെളിവുകൾ ഹാജരാക്കി പരാതി നൽകിയാൽ സ്വാഭാവികമായി പോലീസിന് കേസെടുക്കാൻ സാധിക്കുമെന്നത് മറ്റൊരു വസ്തുതയാണ്. സെക്റ്റിംഗ് എന്ന സംശയം പലർക്കും ഉണ്ടാകാം. അതായത് വിശദമായി പറഞ്ഞാൽ ലൈംഗിക ഉള്ളടക്കമുള്ള ടെക്സ്റ്റുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ ഉൾപ്പെടുന്ന സന്ദേശങ്ങളുടെ കൈമാറ്റത്തെ സെറ്റിംഗ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. സ്വന്തമായി ചിത്രീകരിച്ച ചിത്രങ്ങൾ, വീഡിയോ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സെക്സ്, ടെക്സ്റ്റിംഗ് എന്നീ വാക്കുകൾ സംയോജിച്ചാണ് സെറ്റിംഗ് എന്ന പദം പ്രചാരണത്തിൽ വന്നത്. 18 വയസ്സിൽ താഴെയുള്ള ഒരാളുമായി സെറ്റിംഗിൽ ഏർപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. ചിത്രമെടുക്കുന്ന ആളോ അയക്കുന്ന ആളോ കുട്ടിയാണെങ്കിൽ പലപ്പോഴും ഇത് നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരാണ്. ഇത്തരം പെൺകുട്ടി കേസ് കൊണ്ട് കൊടുത്താൽ തീർച്ചയായിട്ടും പോലീസ് നമുക്ക് മേൽ ഒരു നടപടി സ്വീകരിക്കാനുള്ള നിയമം ഉണ്ട്. സ്വാഭാവികമായി IT ആക്ട്, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആ വകുപ്പ് പ്രകാരമായിരിക്കും കേസെടുക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ മുഖാന്തരമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായി വരുന്ന വകുപ്പുകൾ എന്താണെന്നാൽ സെക്ഷൻ 67 പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തപ്പെടാം. അതിൽ പറയുന്നത് ലൈംഗിക ചൊവ്വയുള്ള ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. പ്രായപൂർത്തിയാകാത്ത വ്യക്തികളെങ്കിൽ ശിക്ഷ കൂടുതൽ കഠിനമായിരിക്കും. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. കൂടാതെ 67A വകുപ്പിൽ പറയുന്നത് ലൈംഗിക ചുവയുള്ള ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്നത് അതുപ്രകാരം 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. കൂടാതെ 67B അടക്കം നിയമങ്ങൾ ഇതേ വലിയൊരു ശിക്ഷയും പിഴയുമാണ് പ്രതിപാദിക്കുന്നത്. കൂടാതെ കുട്ടികൾക്ക് നേരെയാണെങ്കിൽ പോക്സോ നിയമം 2012 വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടും. ഈ നിയമം കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്. കൂടാതെ പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 75 പ്രകാരം മുതിർന്നവർ തമ്മിലുള്ള സെറ്റിംഗ് ലൈംഗിക പീഡനം എന്ന കുറ്റത്തിന്റെ പട്ടികയിൽ വരും. സ്ത്രീയുടെ താല്പര്യമില്ലാതെ ലൈംഗിക ലക്ഷണങ്ങളോടെ ശാരീരികമായി സ്പർശിക്കുകയോ അടുപ്പം കാണിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക പീഡനത്തിന്റെ പരിധിയിൽ വരും. കൂടാതെ ലൈംഗികപരമായ കാര്യങ്ങൾ ആവശ്യപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്നതിന് പകരമായി ലൈംഗികമായി സഹകരിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്നത് ഇതിന്റെ പരിധിയിലാണ് വരുന്നത്.
കൂടാതെ 2 മുതിർന്ന വ്യക്തികൾ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ചുവയുള്ള ചിത്രങ്ങൾ അയക്കുന്നതും നിയമത്തിന് എതിരാണ്. സമ്മതമില്ലാതെ ഒരാളുടെ ലൈംഗിക ചിത്രം പങ്കുവയ്ക്കുന്നത് റിവഞ്ച് പോൺ നിയമങ്ങളുടെ പരിധിയിലാണ് വരുന്നത്. ഒറ്റവാക്കിൽ ചുരുക്കി പറഞ്ഞാൽ, നിസാരമാണ് എന്ന് ചിലർ ധരിക്കുന്ന കാര്യങ്ങൾ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ വലിയ തെറ്റാണ്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ട പ്രവൃത്തിയായി മാറും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.